നമസ്കാരം മാതൃഭൂമി. ഹലോ, മാതൃഭൂമി ടി വി അല്ലേ? അതെ. എന്റെ പേര് അൻഷാദ്. ഞാൻ വടകരയിൽ നിന്ന് വിളിക്കുന്നതാണ്. ഇപ്പോൾ ന്യൂസിലൊരു ഫ്ലാഷ് ന്യൂസ് ഉണ്ട്. വയനാട് എന്തോ പീഡനം, യത്തീംഖാനയിൽ പീഡനം എന്ന് പറഞ്ഞിട്ട് കണ്ട്. അത് യത്തീംഖാനയിലാണോ പീഡനം, അല്ല യത്തീംഖാനയുടെ പുറത്താണോ പീഡനം? എന്താ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ 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 എന്റെ പേര് അൻഷാദ്. മാഡത്തിന്റെ പേരെന്തായിരുന്നു? മാധു, പറയൂ. ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ട്, ഇങ്ങനെ യത്തീംഖാനയിൽ പീഡനം എന്നുണ്ട്. അതിനുശേഷം കടയിലേക്ക് വിളിച്ചു വരുത്തി പീഡനം എന്നാണ് കാണുന്നത്. ആക്ച്വലി യത്തീംഖാനയിലാണോ പീഡനം, അല്ല കടയിലാണോ? യത്തീംഖാനയിലെ പെൺകുട്ടികളാണ് പീഡനത്തിനിരയായത്. അതെ. അപ്പോ അത് യത്തീംഖാനയിലല്ല പീഡനം, പുറത്തല്ലേ വരുന്നത്. അപ്പോ അത് തെറ്റല്ലേ? യത്തീംഖാനയിൽ പീഡനം എന്ന് പറയുമ്പോൾ തെറ്റല്ലേ? അങ്ങനെയല്ല, യത്തീംഖാനയിലെ കുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് പോകുന്നത്. അല്ല, യത്തീംഖാനയിൽ പീഡനം. നിങ്ങൾ ഫ്ലാഷ് ന്യൂസ് കണ്ടില്ലെങ്കിൽ ഒന്ന് കാണും. യത്തീംഖാനയിൽ പീഡനം അങ്ങനെയാണല്ലോ. ഒറ്റ മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യോ? ഒറ്റ മിനിറ്റ്. യത്തീംഖാനയിലെ കുട്ടികളെ പീഡിപ്പിച്ചു എന്നാണല്ലോ പോകുന്നത്. അതിന്റെ മുന്നേ ഉള്ളത് അതിന്റെ മുന്നേ ഉള്ളത് വളരെ നോക്കട്ടെ. ഹലോ ഹലോ മാതൃഭൂമിയിൽ അങ്ങനെയാണ് പോകുന്നത്. യത്തീംഖാനയിലെ കുട്ടികളെ വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. ഒന്നുകൂടെ ബ്രേക്ക്. അത് ഏഷ്യാനെറ്റിലാണ് കേട്ടോ. അത് ഏഷ്യാനെറ്റിലാണ് പോകുന്നത് യത്തീംഖാനയിൽ പീഡനം. അല്ല, ഇപ്പൊ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ മാറ്റിയതാണ്. ഇപ്പൊ മാറ്റിയാണ്. ചിലപ്പോ അറിയില്ല, ചിലപ്പോ തുടക്കത്തിൽ മാറ്റിയതായിരിക്കും. അങ്ങനെ ഇപ്പൊ മാറ്റിയതല്ല മാറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയല്ല, കുറച്ചു നേരമായിട്ട് ഞാനിവിടെ ഉണ്ട്. ഇപ്പൊ ആരും മാറ്റിയായിട്ട് കണ്ടില്ല. ഇനി ചിലപ്പോ ഞാൻ ആദ്യം അങ്ങനെയാണോ കുറച്ചൊന്ന് അറിഞ്ഞൂടാ. എന്തായാലും മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അല്ല, മാറ്റിയത് തന്നെയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. ശരി, അങ്ങനെ ആവട്ടെ. മാറ്റിയിട്ടുണ്ട്. ഹലോ, ഏഷ്യാനെറ്റ് അല്ലേ? അതെ. എന്റെ പേര് അൻഷാദ്. ഞാൻ വടകരയിൽ നിന്ന് വിളിക്കുന്നതാണ്. പറഞ്ഞോളൂ. അത് ഇപ്പൊ ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ട്, ഈ യത്തീംഖാനയിൽ പീഡനം എന്ന് പറഞ്ഞിട്ട്. അത് ശരിയായ ന്യൂസ് ആണോ? അതെന്താ അങ്ങനെ ശരിയായ ന്യൂസ് ആണോ? അല്ല, അത് ഫ്ലാഷ് ന്യൂസ്. ബാക്കി മാതൃഭൂമിയിലൊക്കെ കാണുന്നത് യത്തീംഖാനയുടെ പുറത്താണ് പീഡനം. അതായത് ഏതോ ഷോപ്പിൽ വിളിച്ചു വരുത്തി പീഡനം എന്നാണ് കാണുന്നത്. പക്ഷെ ഏഷ്യാനെറ്റിൽ യത്തീംഖാനയിൽ പീഡനം എന്നാണ് കാണുന്നത്. അപ്പൊ അത് തെറ്റായ വാർത്ത അല്ലേ? ഞാൻ ചെക്ക് ചെയ്യാം. യത്തീംഖാനയിൽ പീഡനം എന്നാണുള്ളത്. ബാക്കി എല്ലാത്തിലും യത്തീംഖാനയിൽ പീഡനം എന്നാണുള്ളത് ഫ്ലാഷ് ന്യൂസിൽ. സെക്കൻഡ്, ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, ചെക്ക് ചെയ്തോ. ഹലോ, ഇപ്പൊ പോകുന്ന ഫ്ലാഷ് ആണോ? ഇപ്പം വിനായകൻ മികച്ച നടനെന്നും അതാണ് വരുന്നത്. അതിന്റെ മുന്നെയാണ് ഇപ്പൊ നിങ്ങളെ പരസ്യം കഴിയുന്നത് വരെ അതുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ വിളിക്കുന്ന സെക്കൻഡ് വരെ ഉണ്ടായിരുന്നു. ഇത് തൃശ്ശൂർ ബ്യൂറോ ആണ് കേട്ടോ. കൊച്ചിയിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ആ നമ്പറിൽ കിട്ടുന്നില്ല. നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട വേറെ നമ്പർ ഉണ്ടോ? ഇത് കോഴിക്കോടാണോ? കോഴിക്കോട് നിന്നാണ് ഇത് ചെയ്യുന്നത്. വടകരല്ലേ? ഇതാ യത്തീംഖാനയിൽ പീഡനം ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ വന്നതാ. കണ്ടില്ലേ? വയനാട്ടിൽ യത്തീംഖാനയിൽ 7 പെൺകുട്ടികൾ പീഡനത്തിന് ഇരയായി. പീഡനം നടത്തിയ അയൽവാസികളാണെന്ന് പോലീസ്. അത് പീഡനം നടന്നത് വേറെ കടയിൽ വെച്ചാണെന്ന്, ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തിയാണ് പീഡനം എന്നുണ്ട്. പക്ഷേ ഇതിൽ അത് മാത്രം വരുന്നില്ല. കടയിൽ വെച്ചാണെന്ന്, ഷോപ്പിൽ വെച്ചാണ് എന്നുള്ളത് ഏഷ്യാനെറ്റിൽ വരുന്നില്ല, വേറെ ചാനലൊക്കെ വരുന്നുണ്ട്. യത്തീംഖാനയിലെ കുട്ടികളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ യത്തീംഖാനയിൽ പീഡനം എന്നല്ല പിന്നെന്താ പറയാ? യത്തീംഖാനയിൽ നിന്ന് പീഡിപ്പിച്ചാൽ യത്തീംഖാനയിൽ പീഡനം എന്നല്ല പറയാ. യത്തീംഖാനയിലെ കുട്ടികളെ പീഡിപ്പിച്ചു എന്നല്ലേ വേണ്ടത്? അപ്പൊ ഈ സാധനം അവിടെ എഴുതാം. അത് നിങ്ങൾക്ക് അതിന്റെ മനസ്സിലാക്കിയാ പറയും. യത്തീംഖാനയിൽ പീഡനം, യത്തീംഖാനയിലുള്ള ഓക്കെ. ഞാൻ നിങ്ങളോട് പറയുന്നത്, തലശ്ശേരി അല്ലെങ്കിൽ ഇന്ന വീട്ടിൽ അടി നടന്നു എന്ന് പറയുമ്പോ ആ വീട്ടിൽ നടന്നതല്ലേ. ആ വീട്ടിൽ പുറത്തുനിന്ന് നടന്നാല് ആ വീട്ടിൽ നടന്നു എന്ന് പറയൂലോ. രണ്ടും രണ്ടല്ലേ? യത്തീംഖാനയിൽ പീഡനം എന്ന് പറയുമ്പോൾ യത്തീംഖാനയിൽ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ പീഡിപ്പിച്ചു എന്ന രീതിയല്ലേ അത് വരുന്നത്?
അതിന്റെ പുറത്ത് നിങ്ങൾക്ക് ആ സംഭവം ആ വാർത്തയിൽ തന്നെ കൊടുക്കുന്നില്ലേ പുറത്ത്? ഇല്ല, ഏഷ്യാനെറ്റ് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് വിളിച്ചത്. വേറെ ചാനലിൽ കണ്ടു. അയൽവാസികളാണ് പീഡിപ്പിച്ചത് കൃത്യമായിട്ട് അതിന് അതെ, അയൽവാസികൾ യത്തീംഖാനയിൽ പീഡിപ്പിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. നിങ്ങളിപ്പോ കൊടുത്തിരിക്കുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് യത്തീംഖാനയിൽ പീഡനം, അയൽവാസികളായ ചെറുപ്പക്കാരെ പിടിക്കപ്പെട്ടു എന്ന് എന്തൊക്കെ പറയുന്നത്. 7 പ്രതികളുണ്ട്, 5 പേർ കസ്റ്റഡിയിൽ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു നമ്പർ തരാം. ഇത് കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. നിങ്ങൾക്കുള്ള സംശയം അവിടെ തന്നെ വിളിച്ച് പറയാം. ഓക്കെ, നമ്പർ തന്നോളൂ, ഞാൻ വിളിക്കാം. എനിക്ക് നമ്പർ കിട്ടാത്തോണ്ട് 1 മിനിറ്റ്. 0471 309 309 2000. ഇത് അവിടുത്തെ രജിസ്റ്റർ നമ്പർ ആയിരിക്കും. 2000 അല്ലേ? ഇതിലേക്ക് ഒരു കാര്യം പറയാൻ, ആ വാർത്തയിലെ ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ അവര് ചെയ്യും. ഓക്കെ ഓക്കെ, ശരി ശരി. ശരി.